ശ്രീ സേനാപതി വേണു, നോക്കൂ, ഇവിടെ ഇപ്പോൾ വലിയ പ്രതിഷേധം CPIയുടെ ഭാഗത്തു നിന്നുമുണ്ട്. അവർ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിച്ചുകൊണ്ട് ആ പ്രതിഷേധം പ്രകടിപ്പിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. 4-ാം തീയതി മറ്റ് യോഗങ്ങൾ ചേരുന്നു. അതിനുശേഷം എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ അറിയാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് CPI എത്തുകയാണ്. ഒരു മുന്നണിയിലുണ്ടാകുന്ന, അതും ഒരു തെരഞ്ഞെടുപ്പിന് മുൻപേ ഉണ്ടാകുന്ന ഈ അസ്വാരസ്യങ്ങൾ രാഷ്ട്രീയ എതിരാളികൾ എന്ന നിലയിൽ നിങ്ങൾക്ക് അല്പം പ്രതീക്ഷ നൽകുന്നതായിരിക്കും. പക്ഷേ ഈ അസ്വാരസ്യങ്ങൾക്കിടയിലും മുന്നണി മര്യാദകൾ പാലിക്കാൻ CPI സംസ്ഥാന സെക്രട്ടറി ശ്രമിക്കുന്നുണ്ട്. അനുനയത്തിനുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്തു നിന്നുമുണ്ട്. അതിനപ്പുറം ഇടതുമുന്നണിയുടെ കെട്ടുറപ്പ് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ വാർത്താസമ്മേളനം കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം നടത്തിയിരുന്നത്. ഇപ്പോഴും ആ രീതിയിൽ മര്യാദകൾ നിലനിർത്തിക്കൊണ്ടാണ് പുറമേക്ക് എന്താണ് തങ്ങളുടെ പ്രതിഷേധം എന്ന് പറയുന്നത്. CPIയെ ക്ഷണിച്ചുകൊണ്ടുള്ള കോൺഗ്രസിന്റെ പ്രതികരണം ചോദിച്ചപ്പോൾ എന്തായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുപടി എന്നത് നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ അവർ പറഞ്ഞു പരിഹരിക്കും എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും പ്രതീക്ഷകൾ നിങ്ങൾക്കുണ്ടോ? അല്ല, ഇവിടെ രേണുക, ഇവിടെ ചോദ്യത്തിന് രണ്ട് ഉത്തരവേ ഉള്ളൂ. ഒന്നുകിൽ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല. CPIയുടെ മുമ്പിലുള്ള മാർഗം എന്ന് പറയുന്നത് രണ്ട് മാർഗങ്ങളേ ഉള്ളൂ. ഒന്ന്, ഈ ഒപ്പുവെച്ചിരിക്കുന്ന കരാറുമായിട്ട് ഞങ്ങൾ സന്ധി ചെയ്തു പോവുക. അതല്ല എങ്കിൽ ഇതിൽ നിന്ന് പിന്മാറി ഞങ്ങൾ വേറെ വഴി തേടുക. ഇത് രണ്ട് മാത്രമേ CPIയുടെ മുന്നിലുള്ളൂ. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി, ഞാൻ വിചാരിക്കുന്നത് CPI കുറച്ചുകൂടി പണ്ട് CPIക്ക് ഉണ്ടായ ചില അനുഭവങ്ങൾ പോലെ CPI വഴങ്ങും എന്ന് മാർക്സിസ്റ്റ് പാർട്ടി കരുതുന്നു. ഇവിടെ രേണുക ആദ്യം സൂചിപ്പിച്ച് തോമസ് ചാണ്ടിയുടെ കാര്യത്തിലാണ് ഇതിനു മുമ്പ് മന്ത്രിസഭ തീരുമാനം അവർ ബഹിഷ്കരിക്കുകയും അതിനുള്ള തീരുമാനമെടുക്കുകയും തോമസ് ചാണ്ടിയെ പിൻവലിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വേറെ ചില ഉദാഹരണങ്ങൾ ഞാൻ അങ്ങയുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ശ്രീ കെ കരുണാകരൻ കോൺഗ്രസ് പാർട്ടി വിട്ട് DIC രൂപീകരിച്ചപ്പോൾ ആ DICയുമായിട്ട് സഖ്യം ചേരണമെന്ന് മാർക്സിസ്റ്റ് പാർട്ടി വല്ലാതെ ആഗ്രഹിച്ചതാണ്. അന്ന് ശ്രീ വെളിയം കാര്യം എന്താ പറയുക, തിരുവനന്തപുരത്തെ ഉപതെരഞ്ഞെടുപ്പിൽ സഹായിക്കുകയും ലഡു വിതരണം ചെയ്തു ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിനുശേഷം ആ മുന്നണിയിൽ DICയെ ലീഡർ ശ്രീ കെ കരുണാകരന്റെ പാർട്ടിയെ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒറ്റ നിലപാട്, അത് VSന്റെ നിലപാടിനേക്കാൾ അതിശക്തമായ ഒരു നിലപാട് സ്വീകരിച്ച ഒരു നേതാവ് ഉണ്ടായിരുന്നു, ശ്രീ വെളിയം ഭാർഗവൻ. വെളിയം ഭാർഗവന്റെ ആ നിലപാടാണ് അന്ന് DICയെ ഇടതുമുന്നണിയിൽ പ്രവേശിക്കാതെ, ഇടതുമുന്നണിയിൽ ഇടം കിട്ടാതെ അവർക്ക് വീണ്ടും ഞങ്ങളുടെ കോൺഗ്രസിലേക്ക് തിരിച്ചു പോരേണ്ട ഒരു സാഹചര്യം വന്ന് അതൊരു വലിയ ഉദാഹരണം നമ്മുടെ മുന്നിൽ നിൽക്കുക. പക്ഷെ അതിനുശേഷമുള്ള പല അനുഭവങ്ങളിലും CPIയുടെ നേതൃത്വം പിന്നോട്ട് പോയിട്ടുള്ളതാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, കേരള കോൺഗ്രസ് പാർട്ടിയെ മുന്നണിയിൽ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ CPIയും CPIയുടെ നേതാക്കന്മാരും ഒക്കെ വല്ലാതെ പിടിവാശി പിടിച്ചു. പ്രത്യേകിച്ച് കോട്ടയത്ത് കാനം രാജേന്ദ്രന്റെ നാട് കൂടിയാണ്. അവിടെ CPI വന്നു കഴിഞ്ഞു, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഞങ്ങളുടെ കൂട്ടത്തിൽ അത് അവരുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന വിഷയമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എതിർപ്പ് എന്നതുണ്ടാകുമല്ലോ. പക്ഷെ ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. നയപരമായ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളതിലാണ് CPMനും CPIക്കും തമ്മിൽ രൂപീകരണം മുതൽ ഒരുപാട് വിഷയങ്ങളിൽ വിയോജിപ്പുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചത്, ഇപ്പോൾ വിയോജിപ്പ് ഒരു വിഷയത്തിൽ, നയപരമായ വിഷയത്തിൽ ഉണ്ട് എന്നിരിക്കെ പോലും അവർ മുന്നണി മര്യാദകൾ ലംഘിച്ചുകൊണ്ട് ഒരു നടപടിയിലേക്ക് കടക്കുന്നില്ല എന്നത് നിങ്ങൾക്ക് ഒന്നും പ്രതീക്ഷിക്കാനില്ല എന്നതിന്റെ സൂചനയല്ലേ എന്നതാണ് ഞാൻ ചോദിച്ചത്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ CPIയുടെ മുമ്പിൽ രണ്ട് വഴികളേ ഉള്ളൂ. അത് മറ്റന്നാളത്തെ മന്ത്രിസഭാ യോഗവും 4-ാം തീയതി അവരുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും അതുപോലെ തന്നെ മന്ത്രിമാരും ഒക്കെ ഉൾപ്പെടുന്ന സംസ്ഥാന കൗൺസിലും ഒക്കെ ചേരുമ്പോഴേക്കും അവരൊരു തീരുമാനമെടുക്കണം. ആ തീരുമാനം മറ്റൊന്നുമല്ല, ഒന്നുകിൽ ഈ PM ശ്രീയിൽ ഒപ്പിട്ട സംസ്ഥാന ഗവൺമെന്റിന്റെ നടപടിയെ ഞങ്ങൾ അംഗീകരിക്കും. ഓക്കെ, അതല്ല എങ്കിൽ ഞങ്ങൾ വേറെ വഴി തേടുന്നു. ഇത് മാത്രമേ CPIയുടെ മുമ്പിൽ, അത് രണ്ടും മാത്രമേ CPIയുടെ മുന്നിൽ വഴിയുള്ളൂ എന്നതാണ് കോൺഗ്രസ് പ്രതിനിധി പറയുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം, മറ്റ് അതിഥികളിലേക്കും എത്താം. ഇപ്പോൾ നമുക്കൊപ്പം